ക്രിയേറ്റീവ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നെടുക്കാൻ പോകുന്ന ചാപ്റ്റർ 12 ദ അൺഎക്സ്പെക്റ്റഡ്. ഇൻ ദിസ് ഇലക്ട്രോണിക് എറ മെൻ ഹാവ് നോ ടൈം ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ. ഈ ഒരു ഇലക്ട്രോണിക് കാലഘട്ടത്തിൽ മനുഷ്യന് ഒരു നിമിഷം നിൽക്കുവാനോ അല്ലെങ്കിൽ കുറച്ച് നേരം വെറുതെ സംസാരിക്കാനൊന്നും സമയമില്ല, എവിടെയെങ്കിലും നോക്കാനൊന്നും സമയം ഇല്ലാതായത്. മെനി ഓഫ് us know about hen, crow, swallow etc. നമുക്ക് ഹെന്നിനെ പറ്റിയും കൗവിനെ പറ്റിയും സോളോനെ പറ്റിയും ഒക്കെ അറിയാം. ബട്ട് ദിസ് essay is particularly selected to show the usefulness of those tiny creatures and the different view the author about these birds. അപ്പോൾ ഇവിടെ ഇത്തരം നമ്മളെ ഡെയിലി കാണുന്ന ചില ജീവികളെക്കുറിച്ചുള്ള ഒരു പരാമർശം ഇവിടെ റോബർട്ട് ലിൻഡ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് അവയെ നമ്മൾ സാധാരണ നോക്കിക്കാണുന്ന ഒരു വീക്ഷണകോണിലല്ല, കുറച്ചും കൂടി വ്യത്യസ്തമായ ഒരു വീക്ഷണകോണിലാണ് അദ്ദേഹം നോക്കിക്കാണുന്നത്. ഇപ്പോൾ ഓദർ ആരാണെന്ന് നോക്കാം. റോബർട്ട് ലിൻഡാണ്. റോബർട്ട് വിൽസൺ ലിൻഡ് 1879 മുതൽ 1949 വരെ വാസ് ആൻ ഐറിഷ് റൈറ്റർ, ആൻ അർബൈൻ ലിറ്റററി എസ്സേയിസ്റ്റ് ആൻഡ് സ്ട്രോങ് ഐറിഷ് നാഷണലിസ്റ്റ്. വളരെ നാഷണലിസ്റ്റും അതുപോലെ ഒരു എസ്സേയിസ്റ്റ് ഒക്കെ ആയിരുന്നു അദ്ദേഹം. ഹി വാസ് ബോൺ ആൻഡ് എഡ്യൂക്കേറ്റഡ് ഇൻ ബെൽഫാസ്റ്റിലാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതും പഠിച്ചതൊക്കെ. സ്റ്റഡിയിങ് അറ്റ് ക്യൂൻസ് യൂണിവേഴ്സിറ്റി. ഹിസ് ബാക്ക്ഗ്രൗണ്ട് വാസ് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഫാദർ ബീയിങ് എ പ്രെസ്ബിറ്റേറിയൻ ചർച്ച് മോഡറേറ്റർ. അച്ഛനൊരു ചർച്ച് മോഡറേറ്ററൊക്കെ ആയിരുന്നു. ഹി ബിഗാൻ ആസ് എ ജേർണലിസ്റ്റ് ഓൺ ദ നോർത്തേൺ വിഗ് ഇൻ ബെൽഫാസ്റ്റ്. ഇപ്പോൾ ബെൽഫാസ്റ്റിലെ നോർത്തേൺ വിഗിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജേർണലിസം, അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ആയിട്ടായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തത്. ഹി മൂവ്ഡ് ടു ലണ്ടൻ ഇൻ 1901 മാഞ്ചസ്റ്റർ, ഷെയറിങ് അക്കോമഡേഷൻ വിത്ത് ഹിസ് ഫ്രണ്ട് ദ ആർട്ടിസ്റ്റ് പോൾ ഹെൻറി. അപ്പോൾ പോൾ ഹെൻറിയുമായിട്ട് ഒരുമിച്ച് താമസിച്ചുകൊണ്ട് അദ്ദേഹം ലണ്ടനിൽ കുറേ കാലം വർക്ക് ചെയ്തു. ഫസ്റ്റ്ലി ഹി റോട്ട് ക്രിറ്റിസിസം. അപ്പോൾ അദ്ദേഹം ക്രിറ്റിസിസങ്ങൾ രചിച്ചു. അത് കഴിഞ്ഞിട്ട് ഫോർ ടുഡേ എഡിറ്റഡ് ബൈ ജെറോം കെ ജെറോം. അതേപോലെ ജെറാം കെ ജെറാമുമായിട്ട് എഡിറ്റിങ്ങിലൊക്കെ അദ്ദേഹം ഏർപ്പെട്ടു. ഹി ഓൾസോ റോട്ട് ഫോർ ദ ഡെയിലി ന്യൂസ്. അപ്പോൾ ഡെയിലി ന്യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂ ക്രോണിക്കൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പത്രമാണ്. അതിൽ അദ്ദേഹം എഴുതാൻ തുടങ്ങി. ഇറ്റ്സ് ലിറ്റററി എഡിറ്റർ 1912 to 1947. അപ്പോൾ എന്നാണ് ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം ഇതൊക്കെ എഴുതുന്നത്. അപ്പോൾ അദ്ദേഹം ലിറ്റററി എഡിറ്ററായിട്ട് അല്ലെങ്കിൽ സാഹിത്യ നിരൂപകനായിട്ട് അദ്ദേഹം ഈ പത്രങ്ങളിലുണ്ടായിരുന്നു. ഹീ സെറ്റിൽഡ് ഇൻ ഹാംസ്റ്റഡ് ഇൻ കീസ്റ്റ് ഗ്രോ നെക്സ്റ്റ് ടു ജോൺ കിറ്റ്സ് ഹൗസ്. അപ്പോൾ ഇംഗ്ലീഷിലെ വിശ്വവിഖ്യാതനായിട്ടുള്ളൊരു കവിയാണ് ജോൺ കിറ്റ്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഗ്രോവിന് സമീപമായിരുന്നു അദ്ദേഹം ഈ റോബർട്ട് ലിൻഡ് താമസിച്ചിരുന്നത്. ദ ലിൻഡ്സ് വെയർ വെൽ നോൺ ആസ് ലിറ്റററി ഹോസ്റ്റുകളായിട്ടാണ് അവരെ അറിയുന്നത്. ഇൻ ദ ഗ്രൂപ്പ് ഇൻക്ലൂഡിങ് JB പ്രീസ്റ്റ്ലി. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ തന്നെ വേറൊരാളായിരുന്നു JB പ്രീസ്റ്റ്ലി എന്ന് പറയുന്നത്. ദേ വെയർ ഓൺ ഗുഡ് ടേംസ് വിത്ത് ഹഗ് വാൾപോൾ. ഹഗ് വാൾപോളും അതുപോലെ JB പ്രീസ്റ്റ്ലിയും ലിൻഡെല്ലാം കൂടിയായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. പ്രീസ്റ്റ്ലി, വാൾപോൾ ആൻഡ് സിൽവിയ ലിൻഡും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. വേർ ഫൗണ്ടിങ് കമ്മിറ്റി മെമ്പേഴ്സ് ഓഫ് ദ ബുക്ക് സൊസൈറ്റി. ഒരു ബുക്ക് സൊസൈറ്റിയുടെ കമ്മിറ്റിയുടെ ഫൗണ്ടിങ് മെമ്പേഴ്സായിട്ട് ഇവർ വരികയും ഐറിഷ് ഗസ്റ്റ് ഇൻക്ലൂഡഡ് ജെയിംസ് ജോയ്സി, വേറൊരു കവിയാണ് ജെയിംസ് ജോയ്സി എന്ന് പറയുന്നത്, അതുപോലെ ജെയിംസ് സ്റ്റീഫൻസ്. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ പുസ്തക സൊസൈറ്റി ഉണ്ടാക്കിയത്. ഓൺ വൺ ഒക്കേഷൻ റിപ്പോർട്ടഡ് ബൈ വിക്ടർ ഗോളാൻസ്, ജോയ്സി ഇൻറ്റോൺഡ് അന്ന ലിവിയ പ്ലൂരബെല്ലെ ടു ഹിസ് ഓൺ പിയാനോ അക്കമ്പണിമെൻറ്റ്. അപ്പോൾ അതുപോലെ വിക്ടർ ഗൊലാൻസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ അന്ന ലിവിയ പ്ലൂരബെല്ലിനെയും അതുപോലെ ഈ ഒരു പിയാനോ വായിക്കുന്ന ഈ ഒരു കൂട്ടായ്മയിലേക്ക് കൂട്ടിയിരുന്നു. യൂസ്ഡ് ദ സ്യൂഡോനൈം വൈ. റോബർട്ട് ലിൻഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്യൂഡോനൈമാണ് അല്ലെങ്കിൽ തൂലികാ നാമമാണ് വൈ എന്നുള്ളത്. വിശ്വപ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവമാണിത്. വൈസ് എന്നാണ് വൈൻ്റെ ഒരു വൈ എന്താണ്? വൈസാണ്. വൈസ് മീൻസ് ബുദ്ധിയുള്ള. UC അടുത്ത വൈ UC ആണ്. വൈസ് UC ഇൻ റൈറ്റിംഗ് ഫോർ ദ ന്യൂ സ്റ്റേറ്റ്സ്മാൻ. അപ്പോൾ ഇത് മെയിനായിട്ട് ഈ തൂലികാനാമം ഉപയോഗിച്ചത് ന്യൂ സ്റ്റേറ്റ്സ്മാനിലെ എഴുത്തുകളിലാണ്. അക്കോർഡിംഗ് ടു CH റോൾഫ്സ് കിങ്സ്ലി 1973, Lind weekly essays which ran from 13 to 45 was
റീപ്ലേസബിൾ. അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ എന്താണ് എസ്സേകൾ CH റോൾഫിൻ്റെ അഭിപ്രായം അനുസരിച്ച് 1973 അദ്ദേഹം ഇതിനെപ്പറ്റിയുള്ളൊരു നിരൂപണം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു നിരൂപണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ റോൾഫ് പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്, ഒരിക്കലും ഒഴിച്ചു മാറ്റാനാവാത്ത അല്ലെങ്കിൽ വേറൊരു പകരം വെക്കാനാവാത്ത തരത്തിലുള്ള എസ്സേകളാണ് അല്ലെങ്കിൽ ഉപന്യാസങ്ങളാണ് റോബർട്ട് ലിൻഡ് എഴുതിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. 1941 എഡിറ്റർ കിൻസ്ലി മാർട്ടിൻ ഡിസൈഡഡ് ടു ആൾട്ടർനേറ്റ് വിത്ത് എ പീസ് ബൈ ജെയിംസ് ബ്രീഡി ഓൺ അയർലൻഡ്. അപ്പം ജെയിംസ് ബ്രീഡിയുടെ ഒരു എഴുത്തെടുത്തിട്ട് ഇദ്ദേഹത്തിന് പകരമായിട്ട് ഒരിക്കൽ എഡിറ്റർ കിൻസ്ലി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോബർട്ട് ലിൻഡിൻ്റെ എഴുത്തിന് പകരം ഇദ്ദേഹത്തിൻ്റെ എഴുത്ത് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. ബട്ട് ദ എക്സ്പെരിമെൻറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ സക്സസ്. പക്ഷേ ആ ഒരു പരീക്ഷണം അത്രമാത്രം വിജയകരമായി തീർന്നില്ല, ആളുകൾ അത്രമാത്രം അക്സെപ്റ്റ് ചെയ്തില്ല. ലിൻഡ് ഡൈഡ് ഇൻ 1949. അപ്പോൾ 1949 അദ്ദേഹത്തിൻ്റെ മരണം. ആൻഡ് ഈസ് ബറീഡ് ഇൻ ബെൽഫാസ്റ്റ് സിറ്റി സെമിട്രി. അങ്ങനെ ബെൽഫാസ്റ്റിലാണ് അദ്ദേഹം മരണമടയുന്നത്, അവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ പാഠഭാഗം നോക്കാം. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്, ലിൻഡ് ഫീൽസ് ആൻ ഇൻറ്റൻസ് ലോങ്ങിങ് ടു ഹിയർ എ നൈറ്റിംഗേൽ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വാനമ്പാടിയുടെ ശബ്ദം കേൾക്കാൻ വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. ഹി സേസ് ഇറ്റ് ഈസ് നോട്ട് ദ നൈറ്റിംഗേൽ ദാറ്റ് ബ്രിങ്സ് ബാക്ക് ദ ഓൾഡ് അസോസിയേഷൻസ്. അപ്പോൾ നമ്മളൊക്കെ പഴയ ഇത് എന്താണ്, നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരും അല്ലേ, അപ്പോൾ ചില പക്ഷികളുടെ പാട്ട് അങ്ങനെ, അല്ലെങ്കിൽ കൺജസ്റ്റ് ദ വേർഷൻസ് ഓഫ് ഹാപ്പി ചൈൽഡ്ഹുഡ്. അപ്പോൾ അതേപോലെ പഴയ എന്തെങ്കിലും മെമ്മറീസൊക്കെ വരും. പക്ഷേ അതൊന്നും അല്ല റോബർട്ട് ലിൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു നൈറ്റിംഗേലിൻ്റെ പാട്ട് കേൾക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത്. ഒരു ഗൃഹാതുരമായിട്ടുള്ള ചിന്തകളായിരുന്നില്ല എന്ന് അർത്ഥം. ഗൃഹാതുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തോടൊക്കെയുള്ള പിന്നെ ആ സ്നേഹം. റിമാർക്കിംഗ് ഓൺ ഹിസ് ബർത്ത് പ്ലേസ് വേർ ദ ബേർഡ് നൈറ്റിംഗേൽ വാസ് ആൻ ഇമാജിനറി ബേർഡ് ആസ് ഫീനിക്സ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള പഴയ മെമ്മറി കൊണ്ടുവരുന്നതുകൊണ്ടൊന്നും അല്ല എനിക്ക് ഈ നൈറ്റിംഗേലിനെ കണ്ടത്. പിന്നെ എന്തുകൊണ്ടാണ്, നൈറ്റിംഗേൽ വാസ് ആൻ ഇമാജിനറി ബേർഡ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ അതൊരു ഇമാജിനറി ബേർഡാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ അല്ല അദ്ദേഹത്തിൻ്റെ ഭാവനകളിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു പക്ഷിയാണ് നൈറ്റിംഗേൽ എന്ന് പറയുന്നത്, അല്ലെ വാനമ്പാടി എന്ന് പറയുന്നത്. ഫിനിക്സ് പക്ഷി എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് ഇതേപോലെ തന്നെയുള്ള ഒരു മിത്താണ് ഫിനിക്സ് പക്ഷി എന്ന് പറയുന്നത്. ആ ഫിനിക്സ് പക്ഷിയും യഥാർത്ഥത്തിലുള്ള പക്ഷിയല്ല. അപ്പോൾ ഇതാണ് ഫിനിക്സ് പക്ഷി എന്ന് പറയുന്നത്. കണ്ടോ, ഇത് എന്താണ്, ചാരത്തിൽ നിന്ന് വേർത്തെഴുന്നേൽക്കുക എന്നാണ് പറയുന്നത്. അത് മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ ചാരത്തിൽ നിന്ന് വേർത്തെഴുന്നേറ്റ് വരും. ഇതാണ് ഫിനിക്സിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ അങ്ങനെയുള്ള ഒരു സംഭവം എന്നല്ല ഇവിടെ. അത് അങ്ങനത്തെ ഒരു പക്ഷീനെ ഇമാജിനറിയാണ്. അപ്പോൾ ആ ഇമാജിനറി ആയിട്ടുള്ള പക്ഷീനെ നമ്മൾ കണ്ടുവെങ്കിൽ ഭയങ്കര ഒരു ഫാസിനേഷൻ ആയിരിക്കുമല്ലോ. ഹി ഹാസ് ബീൻ വണ്ടറിങ് വിത്ത് അൺഫെമിലിയർ ക്രീച്ചേഴ്സ്. അപ്പോൾ അദ്ദേഹം അൺഫെമിലിയർ ആയിട്ടുള്ള ജീവിവർഗത്തെ പറ്റിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ അത്ഭുതപ്പെടുന്നത്. ബട്ട് നോട്ട് വിത്ത് ഫെമിലിയർ ക്രിയേച്ചേഴ്സ് സച്ച് ആസ് ഹെൻസ് ആൻഡ് പിഗ്സ്. പക്ഷേ നമ്മൾ ഒരുപാട് കാണുന്ന ജീവിയാണ് കോഴികളും അതുപോലെ പന്നികളൊക്കെ. അവയെ സംബന്ധിച്ചിടത്തോളം അവയ്ക്കൊന്നും ഇത്ര വലിയ ചാമിങ് ഇല്ല. കാരണം എന്തുകൊണ്ടാണ്, അവ നമ്മൾ ഡെയിലി കാണുന്നുണ്ട്. പക്ഷേ ഈ നൈറ്റിംഗേൽ വാനമ്പാടിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അതൊരു ഇമാജിനറി ബേർഡാണ്. അത് ഫിനിക്സ് പക്ഷീനെ നമുക്ക് അറിയില്ല. ഹിസ് ഡിപ്രഷൻ ഹാസ് ബീൻ എക്സ്പ്രസ്ഡ് വെൻ ദ ഹെൻസ് വെർ ടോർണമെറ്റഡ് ആസ് സ്ലേവ്സ്. അപ്പോൾ ഹെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലേവ്സിനെ പോലെ അടിമകളായിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്ന ഫാം ഹൗസിൽ. അതാണ് അദ്ദേഹത്തിന് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. ഹി പ്രസൻറ്റ് ദ ട്രൂത്ത് ബൈ എൻകാപ്സുലേറ്റിംഗ് ദാറ്റ് ഫോർ എ ടൗൺ ചൈൽഡ് ദ ഫാം ഇൻ ദോസ് ഡേയ്സ് വാസ് എ ലെജൻഡ്. അപ്പോൾ എന്താണ്, ഒരു ടൗൺ ചൈൽഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫാം എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും, വലിയൊരു ലെജൻഡ് ആയിരിക്കും. പക്ഷേ 1-2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ ലെജൻഡ് ആകുമൊന്നുമില്ല. എവരി ഹൗസ് മാർവലസ് ആസ് യൂണിക്കോൺ. അപ്പോൾ ഈ എല്ലാ കുതിരകളും ഇല്ലേ, ഈ ഫാമിലുള്ള കുതിരകളെല്ലാം യൂണിക്കോൺ, ഒറ്റക്കൊമ്പുള്ള ഒരു കുതിരയാണ് യൂണിക്കോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ യൂണിക്കോണിൻ്റെ ചിത്രം കാണിച്ചു തന്നു കഴിഞ്ഞാൽ അതിന് എന്താണ്, ഒരു കൊമ്പാണ്, വലിയ ഹീലിംഗ് പവറൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് യൂണിക്കോൺ എന്ന് പറയുന്ന പിന്നെ കുതിര. അപ്പോൾ അതുപോലെ കൗസാസ് വാസ് അസ്റ്റോണിഷിങ് ആസ് ഡ്രാഗൺ പോലെ ആയിരിക്കും പിന്നെ പശുക്കളൊക്കെ ഉണ്ടാവുക. അത് അതിൻ്റെ ബുൾ മാഗ്നിഫിഷ്യൻ്റ് ഇൻ ദ സ്ട്രെങ്ത് ആസ് ബഹുമത്ത് പോലെ സ്ട്രെങ്ത് ആയിരിക്കും, അത്രമാത്രം ശക്തനായിട്ടുള്ള ഒരു കാളയായിരിക്കും ആ കുട്ടി കാണുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇമാജിനേഷനിലായിരിക്കും ഉണ്ടാവുക. കാണാത്ത വസ്തു ആയതുകൊണ്ട്, ഇതാണ് ബഹുമത്ത്. അപ്പോൾ കാണാത്ത വസ്തുക്കളായതുകൊണ്ട് തന്നെ ഇത്തരം ഇമാജിനേഷനിലായിരിക്കും കുട്ടി ജീവിക്കുക. But later he adds up the related sentence that the animals on the farm are no longer legends. പക്ഷേ ഈ ആനിമൽസ് അദ്ദേഹം പിന്നെയും പറയുന്നുണ്ട്, ഈ ആനിമൽസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഫാമിലുള്ള ആനിമൽസ് അത്രയ്ക്ക് വലിയ ലെജൻഡ് ഒന്നും ആവാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ക്യാപ്റ്റീവ്സ് ആണ്. ക്യാപ്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചെടുക്കപ്പെട്ടവരാണ്. ഡൂയിങ് മോർ ഓർ ലെസ് യൂസ്ഫുൾ വർക്ക്സ്. അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ലതോ ചീത്തയായിട്ടുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവയ്ക്ക് എന്തില്ല, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇല്ല. അപ്പോൾ സ്വാതന്ത്ര്യമുള്ള വസ്തുക്കളെ കാണാനായിരിക്കും ആളുകൾക്ക് കൂടുതൽ
താല്പര്യം. പ്ലേസിംഗ് ഹിംസെൽഫ് ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ, ലിൻഡ് ക്ലെയിംസ് ദാറ്റ് ഓഫ് ഹി ഹാഡ് നെവർ സീൻ ഹെൻ അണ്ടിൽ ഹിസ് മിഡിൽ ഏജ്. അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ മിഡിൽ ഏജ് വരെ ഈ ഒരു പിന്നെ എന്താണ് കോഴിയെ അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, ആൻഡ് ദെൻ ഹി വുഡ് ഡെഫിനറ്റ്ലി വ്യൂ ഇറ്റ് ഈസ് വിത്ത് എ വണ്ടർ. വളരെ അത്ഭുതത്തോടെ ഈ കോഴീനെ അവർ നോക്കുമായിരുന്നു. പെർഹാപ്സ് ഇറ്റ് വെയർ ദ ബേർഡ് നോൺ ഓൺലി ഇൻ ദ മിത്ത് ഓഫ് ഗ്രീസ് ആൻഡ് ഓർ റോം ഓർ ദ അറ്റൻഡൻറ്റ് ബേർഡ് ഓഫ് ഗോഡസ്. അപ്പോൾ ഈ ബേർഡ് എന്ന് പറയുന്നത് ഗ്രീസിലെ ഒരു മിത്തിക്കൽ ബേർഡാണ്, അല്ലെങ്കിൽ ഒരു ഇതിഹാസ കാവ്യത്തിലുള്ള ഒരു പക്ഷിയാണെങ്കിൽ, അല്ലെങ്കിൽ റോമിലെ ഒരു ഇതിഹാസ കാവ്യത്തിലുള്ള പക്ഷിയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ അറ്റൻഡൻറ്റ് ബേർഡായിട്ടൊക്കെയാണ് ഇത് നിലനിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയൊരു ഫാസിനേഷൻ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുമായിരുന്നു. ദെൻ ഹി വുഡ് വ്യൂ ഇറ്റ് ആസ് എ ഫാബുലസ് വേർഡ്. അപ്പോൾ അതൊരു ഫാബുലസ് വേർഡായിട്ട് അദ്ദേഹം ഇതിനെ കാണുമായിരുന്നു. ബട്ട് ദ ഹെൻ ക്യാപ്ചേഴ്സ് ദ അറ്റൻഷൻ ആസ് പിറ്റിഫുൾ ആൻഡ് സെൽഫ് സാക്രിഫൈസിങ് ക്രീച്ചർ. പക്ഷേ ഹെന്നിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പിറ്റിഫുള്ളായിട്ടുള്ള സെൽഫ് സാക്രിഫൈസിങ് ആയിട്ടുള്ള ഒരു ജീവിയായിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ലിൻഡ് ലീവ്സ് ദ കമ്പാരിസൺ ഓഫ് ഹെൻ വിത്ത് ഗൂസ്. പക്ഷേ ഗൂസിന് കുറച്ചും കൂടി ഗമയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറാസ് ഗൂസ് അറ്റ്ലീസ്റ്റ് ട്രെയിൻഡ് സം ഓഫ് ഇറ്റ്സ് ആൻഷ്യൻറ്റ് ഡിഗ്നിറ്റി ബിക്കോസ് അപ്പോൾ അതിനൊരു ആൻഷ്യൻ്റ് ഒരു പൗരാണികമായിട്ടുള്ളൊരു അന്തസ്സ് കാണുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഇറ്റ് ഫിഗേഴ്സ് ഇൻ റോമൻ ലെജൻഡുകളിൽ ഈ ഗൂസിനെ പറ്റിയുള്ള പരാമർശമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഹെൻ റിട്ടേൺഡ് ഇറ്റ്സ് പർപ്പസസ് അണ്ടർ ഡർജറി ആൻഡ് ഫാംസ്. അപ്പോൾ ഫാമിൽ ജീവിച്ച് മരിക്കാൻ ഒരു ഡെയിലി കോഴ്സും അനുഭവിച്ച് ഡെയിലി ഉള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ജീവിക്കാൻ മാത്രമാണ് ആർക്ക് വിധി? ഹെന്നിന് വിധി. ലിൻഡ് സോഫ്റ്റ് കോർണർ വാസ് ടു ടൈനി ക്രീച്ചേഴ്സ് ഈസ് റിവീൽഡ് വെൻ ഹി പ്രൊക്ലൈംഡ് ദ ഹെൻ. ഈ ചെറിയ ജീവിവർഗത്തോടുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവവും കൂടി അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഷീ പേർഡ് ലൈക്ക് എ ക്യാറ്റ് ഓർ വാഗ്ഡ് ടെയിൽ ലൈക്ക് എ ഡോഗ്. ഒരു ക്യാറ്റിനെ പോലെ അത് കുറുകുറുക്കുകയോ അല്ലെങ്കിൽ ഒരു പട്ടിയെ പോലെ വാലാട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിനൊരു ഇൻട്രസ്റ്റ് ഇൻ ഹ്യൂമൻ മൈൻഡ്, മനസ്സിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. ബട്ട് ഹെർ റിയാക്ഷൻലെസ് ബിഹേവിയർ. പക്ഷേ ഈ ഹെന്നിൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ തീർത്തും ഒരു റിയാക്ഷനും ഇല്ലാത്ത ബിഹേവിയറാണ്. ഫോഴ്സസ് എ കൈൻഡ് ഓഫ് ഫാൻസി. അതുകൊണ്ട് തന്നെ ഒരു ഫാൻസിഫുള്ളായിട്ടാണ് ഈ ഹെന്നിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ആൻഡ് ക്രിയേറ്റ്സ് ആൻ ഇംപ്രഷൻ ദാറ്റ് ഹെൻസ് ഹാവ് നോ സോൾസ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഹെൻസിന് എന്തില്ല, ഒരു വികാരവും ഇല്ല, അല്ലെങ്കിൽ ഒരു ഇത് ഇല്ലാത്ത പോലെയുള്ള ഒരു ജീവിവർഗമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ലിൻഡിൻ പ്ലസൻറ്റ് ടോൺ പ്രൈസ് ദ ഇയർലി വിസിറ്റ് ഓഫ് അൺഫെമിലിയർ സോളോ. ഈ ഒരിക്കലും അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു സോളോ വന്ന് വിസിറ്റ് ചെയ്യുന്നതിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. വിച്ച് ഫീൽസ് ദ ഡിലൈറ്റ് സച്ച് ആസ് വിസിറ്റേഴ്സ് ഫ്രം പാരഡൈസ്. പാരഡൈസ് എന്നാരോ വന്ന് കാണുന്നത് പോലെയാണ് ഈ സോളോസ് വന്ന് കാണുമ്പോൾ തോന്നാറുള്ളത്. ഫോർ വിച്ച് ഹി കമ്പയർസ് ദ പ്ലസൻറ്റ് ഫുൾ സെനാരിയോ ഓഫ് ബേർഡ്സ് ടു പോളിംഗ് സ്റ്റാർ ആൻഡ് വില്ലോ റൺ. അപ്പോൾ അദ്ദേഹം ഇതിനെ പ്ലസൻറ്റ് ഫുൾ പോളിംഗ് സ്റ്റാർ എന്ന് പറയുന്ന പക്ഷി അല്ലെങ്കിൽ വില്ലോ റൺ എന്ന് പറയുന്ന പക്ഷിയൊക്കെ ആയിട്ട് അദ്ദേഹം ഇതിനെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് സോളോസിനെ. ബൈ അഡ്രസ്സിങ് ഷേക്സ്പിയർ ദ ഓദർ ഇൻവേഴ്സ് ദ പ്രൊഫസി അബൌട്ട് വില്ലോ റൺ. അപ്പോൾ ഷേക്സ്പിയർ ഇതിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇതിനെപ്പറ്റി ഇതിലെ ബുക്കുകളിൽ വില്ലോ റണ്ണിനെ പറ്റിയിട്ട്. ആസ് എവർ അനദർ ഷേക്സ്പിയർ അപ്പേഴ്സ് ഇൻ ഇംഗ്ലണ്ട് ദർ വിൽ ബി എ സോങ് ടു ദ വില്ലോ റൺ. അപ്പോൾ ഒരു പുതിയൊരു ഷേക്സ്പിയർ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ, ഇംഗ്ലണ്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹം വില്ലോ റണ്ണിനെ പറ്റി ഒരു പാട്ട് എഴുതിയേനെ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. വിത്തൗട്ട് കംപ്ലൈനിങ് ലിൻഡ് പ്രൊക്ലൈംസ് ദ ഡിസപ്പോയിൻമെൻറ്റ് വിച്ച് ഹി എക്സ്പീരിയൻസ്ഡ് ഓൺ ഹിയറിംഗ് ദ സോങ് ഓഫ് നൈറ്റിംഗേൽ. ഇപ്പോൾ ഒരു വാനമ്പാടിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കാലം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അലഞ്ഞിട്ട്. ഈ കഥ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് അല്ലേ, വാനമ്പാടിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹം എന്നിട്ടും പല സ്ഥലത്ത് അലഞ്ഞ് നടന്നിട്ടും അദ്ദേഹത്തിന് ഈ വാനമ്പാടിയെ കണ്ടെത്താനായില്ല. ബൈ ആൻഡ് വെൻ അഡ്രസ്സിങ് എ ഫ്യൂ പോയറ്റ്സ് ആൻഡ് ദെയർ ഡിസപ്പോയിൻമെൻറ്റ്സ് സച്ച് ആസ് വൈൽഡ്സ് ഡിസപ്പോയിൻമെൻറ്റ് ഇൻ അറ്റ്ലാന്റിക് ഓഷ്യൻ. അപ്പോൾ അദ്ദേഹം ചില പോയറ്റുകൾക്ക് ഇതുപോലെ ഡിസപ്പോയിൻമെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, നിരാശകൾ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഒന്നാമത്തെ ഓസ്കാർ വൈൽഡിന് ഉണ്ടായ നിരാശയാണ്. അദ്ദേഹം അമേരിക്കൻ പോയറ്റ് ഹു കെയിം ടു ഇംഗ്ലണ്ട്. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ വന്ന അമേരിക്കൻ പോയറ്റാണ് ഓസ്കാർ വൈൽഡ്. ഹാവിങ് റീഡ് റീഡ് ആൻഡ് ലൗഡ് ഷെല്ലീസ് സ്കൈലാർക്ക്. അപ്പോൾ ഈ ഷെല്ലിയുടെ സ്കൈലാർക്ക് എന്ന് പറയുന്ന പക്ഷിയെപ്പറ്റി അദ്ദേഹം വായിക്കുകയും കേൾക്കുകയും അതിനെ കാണാനുള്ള ആഗ്രഹം വരികയും ചെയ്തു. ഹു ലോങ്ഡ് ടു ഹിയർ സ്കൈലാർക്ക് സിംഗിങ് ആൻഡ് അറ്റ്ലീസ്റ്റ് ഇസ് ഓൺ ഡിസപ്പോയിൻമെൻറ്റ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഈ സ്കൈലാർക്ക് പാടുന്നത് എങ്ങനെയാണെന്ന് കേൾക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അത്ര സ്വീറ്റാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷെല്ലി അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഈ സ്കൈലാർക്കിനെ വരച്ച് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഓസ്കാർ വൈൽഡ് വരുന്നത്. when he took up his friends to hear the song of Nightingale which he heard it of once. അപ്പോൾ അറ്റ്ലീസ്റ്റ് അദ്ദേഹം ഇതേപോലെ വളരെ നിരാശനായി മടങ്ങേണ്ടി വന്നു.
ഹി കൺക്ലൂഡഡ് ദ എസ് എ സ്റ്റേറ്റിംഗ് ലാപ്വിങ്. ഒരിക്കൽ ലാപ്വിങ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു പക്ഷിയെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ എസ് എ അല്ലെങ്കിൽ റോബർട്ട് ലിൻഡ് ഈ എസ് എ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. വിച്ച് ഫിൽഡ് വിത്ത് ഹിം സെൻറ്റിമെൻ്റൽ തോട്ട്സ്. അദ്ദേഹത്തിന് ഒരു തരം സെൻറ്റിമെൻ്റൽ തോട്ട്സ് ഈ ലാപ്വിങ്ങുമായിട്ടുണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റിഗാർഡഡ് ദ സ്പെക്ടാക്കുലർ സീൻ ഓഫ് 2 chickens ഓഫ് ലാപ്വിങ് റണ്ണിങ് ബിഹൈൻഡ് ഹിം. ഒരിക്കൽ അദ്ദേഹം പാർക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ഈ ലാപ്വിങ്ങിൻ്റെ 2 ചെറിയ കുട്ടികൾ അദ്ദേഹത്തെ ഓടിച്ചു. ബേക്കിൽ അദ്ദേഹത്തിൻ്റെ ബേക്കിൽ ഓടി. അപ്പോൾ ഈ ബേക്കിൽ ഓടിയത് കൊണ്ട് തന്നെ ഈ വേൾഡ് മൊത്തം ഒരു നേഴ്സറിയായി മാറിയ പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. അങ്ങനെയുള്ള ഒരു സെൻറ്റിമെൻ്റൽ തോട്ടും കൂടി ഇതിൽ അവതരിപ്പിക്കുന്നു. ഇനി ഇതിൽ ഗ്ലോസറി പറയുന്നുണ്ട്, ഫീനിക്സ് എന്ന് പറയുന്നത് ഒരു ഫാബുലസ് ബേർഡാണ്. സെറ്റ് ടു ബേൺ ഇറ്റ് സെൽഫ്. സ്വയം അത് എരിഞ്ഞു തീരും, അല്ലെങ്കിൽ ജീവനോടെ എരിഞ്ഞു തരും. എന്നിട്ട് എന്ത് ചെയ്യും? ബ്രിങ്സ് ഫോർത്ത് ഇറ്റ്സ് പ്രോജനി ഫ്രം ഇറ്റ്സ് ഓൺ ആഷസ്. എന്നിട്ട് അതിൻ്റെ സ്വന്തം ആഷിൽ നിന്ന് വീണ്ടും പുനർജനിക്കുന്നതാണ് പറയുന്നത്. ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു ഹാപ്പൻ എവരി 600 years. 600 വർഷങ്ങൾക്ക് ഉള്ളിലാണ്, 600 വർഷം കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുക. ഇതൊരു ഇമാജിനറി ബേർഡാണ്. പല കഥകളിലും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലൊക്കെ ഈ ഫിനിക്സ് പക്ഷിയെ പറ്റി പറയുന്നുണ്ട്. അത് പിന്നെന്താണ് പല സ്ഥലത്തും എന്താണ് ഒരു സിമ്പലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. എല്ലാം തകർന്നു പോയ ആളുകൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പല സ്ഥലത്തും എന്ത് ചെയ്യാറുണ്ട്, റെഫറൻസ് നൽകാറുണ്ട്. അപ്പോൾ ഫിനിക്സ് എന്ന് പറയുന്ന പക്ഷി ഇപ്പോൾ യഥാർത്ഥത്തിലുണ്ട്, ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും അല്ലേ എത്ര പൈസ മുടക്കി കഴിഞ്ഞാലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ സ്ഥലത്ത് പോയിട്ട് ആ ഫിനിക്സ് പക്ഷീനെ കണ്ടെന്ന് വരും. അപ്പോൾ അത്രമാത്രം ഇമാജിനേഷൻ. അപ്പോൾ ഹ്യൂമൻ മൈൻഡിൽ ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു തലങ്ങളെക്കുറിച്ചാണ് ശരിക്കും റോബർട്ട് ലിൻഡ് ഇവിടെ പറയുന്നത്. സാധാരണ എല്ലാ വസ്തുക്കളും ഒരുപോലെ തന്നെയാണ് ഉള്ളത്, പക്ഷേ മനുഷ്യ മനസ്സിൽ ഈ ഇമാജിനേഷന് വലിയ സ്വാധീനം ചെലുത്താൻ വേണ്ടി കഴിയും. ഇപ്പോൾ നമുക്ക് ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അതിഭയങ്കര വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇമാജിനേഷന് കഴിയും. ഇമാജിനേഷൻ എന്ന് പറയുന്നത് ലിറ്ററേച്ചറിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ. അത്രമാത്രം ലിറ്ററേച്ചറിന് അത്രമാത്രം മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂണിക്കോൺ, എ മിത്തിക്കൽ ആനിമൽ വിത്ത് ദ ഹെഡ് ആൻഡ് ബോഡി ഓഫ് എ ഹോഴ്സ് ആൻഡ് സിംഗിൾ ലോങ് ഹോൺ ഇൻ ദ മിഡിൽ ഓഫ് ദ ഫോർ ഹെഡ്. നമ്മൾ യൂണിക്കോണിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ട്, ബഹുമത്തിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ട്. പെലിക്കൻ എന്ന് പറയുന്ന ഒരു ബേർഡ്, അതുപോലെ ഡെർക്ക് ടർപ്പിൻ എന്ന് പറയുന്ന ബേർഡ്, പോളിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് സ്റ്റാറാണ് നമ്മൾ പോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. നോർത്തേൺ പോൾ, സദേൺ പോൾ എന്ന് നമ്മൾ വടക്കോട്ടേക്കാണ്, ധ്രുവ നക്ഷത്രം എന്ന് പറയും. ആ നക്ഷത്രത്തിന് ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. മറ്റുള്ള നക്ഷത്രങ്ങളൊക്കെ കിഴക്കുള്ള നക്ഷത്രം പടിഞ്ഞാറാവും, പടിഞ്ഞാറുള്ള നക്ഷത്രം കിഴക്കാവും. പക്ഷേ ധ്രുവ നക്ഷത്രം എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെയായിരിക്കും ഉണ്ടാവും, വടക്ക് വശത്ത് മാത്രമായിട്ട് കാണും. അപ്പോൾ നമുക്ക് ആ വടക്ക് വശം ഏതാണെന്ന് ഏത് രാത്രിക്കോ പകൽ എപ്പോൾ വേണമെങ്കിൽ നിർണ്ണയിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വനത്തിലൊക്കെ അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പോളിംഗ് സ്റ്റാർ നോക്കിയിട്ടാണ് നമ്മൾ നടക്കുക. ഇല്ലെങ്കിൽ നമ്മൾ നടന്ന് വട്ടം ചുറ്റും മാത്രമേ ഉള്ളൂ. പക്ഷേ അത് മറ്റേ പോളിംഗ് സ്റ്റാർ ആണെങ്കിൽ കറക്റ്റ് എത്തും. അതുപോലെ കപ്പൽ യാത്രക്കാരൊക്കെ ഈ പോളിംഗ് സ്റ്റാർ നോക്കിയിട്ടാണ് കപ്പലുകളൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നത്. ഇത് ഭൂമിയുടെ കറക്കവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഭൂമിയുടെ കറക്കം എന്ന് പറയുന്നത് പോൾസിൽ കറക്കം ഉണ്ടാവില്ലല്ലോ, മറ്റേ ബാക്കിയുള്ള ഭാഗങ്ങളിൽ മുഴുവൻ ഭൂമിക്ക് കറങ്ങുന്നതുകൊണ്ട് തന്നെ ഈ നക്ഷത്രങ്ങൾ പടിഞ്ഞാറുനിന്നും കിഴക്കോട്ടേക്ക് അല്ലെങ്കിൽ കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇനി ഹോളി ഗെയിൽ എന്ന് പറയുന്നത് എന്താണ്? ജീസസ് ക്രൈസ്റ്റ് അവസാനമായി കുടിച്ച പാത്രം, വീഞ്ഞു കുടിച്ച പാത്രമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഇത്തരം റെഫറൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ റോബർട്ട് ലിൻഡിൻ്റെ ഈ ഒരു എസ്സേയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അക്കൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ലിൻഡ് ബിഗാൻ ആസ് എ ജേർണലിസ്റ്റ് ഇൻ നോർത്തേൺ വിങ് ബെൽഫാസ്റ്റ്. അത് ട്രൂ ആയിട്ടുള്ളൊരു ആൻസറാണ്. അതുപോലെ അടുത്തെന്താണ്? ഹീസ് നോട്ട് യൂസ്ഡ് ഇസ് യൂഡാണ്. പക്ഷേ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്, നോട്ട് യൂസ്ഡ് അല്ല, യൂസ്ഡ് ആണ്. അപ്പോൾ അത് ഫാൾസ് ആണ്. ഇനി മൂന്നാമത്തത് എന്താണ്? ലിൻഡ് ഫീൽസ് ആൻ ഇൻറ്റൻസ് ലോങ്ങിങ് ടു ഹിയർ എ നൈറ്റിംഗേൽ. അദ്ദേഹത്തിന് നൈറ്റിംഗേലിനെ കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ. ലിൻഡ് പ്രൊക്ലൈംസ് ദ അപ്പോയിൻമെൻറ്റ് വിച്ച് ഹി എക്സ്പീരിയൻസ്ഡ് ഓൺ റിഗാർഡ് ടു ഹിയർ ദ സോങ് ഓഫ് നൈറ്റിംഗേൽ. അപ്പോൾ അദ്ദേഹത്തിന് ഇത് കാണാൻ പറ്റിയിട്ടില്ല ശരിക്കും. അദ്ദേഹത്തിന് എന്ത് കാണാൻ പറ്റിയിട്ടില്ല? ഈ ഒരു നൈറ്റിംഗേലിൻ്റെ ഹിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല നൈറ്റിംഗേലിനെ. അപ്പോയിൻമെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഡിസപ്പോയിൻമെൻ്റ് ആണ് ശരിക്കും വരിക. ഹി കൺക്ലൂഡഡ് ദ എസ്സേ സ്റ്റേറ്റിംഗ് ലാപ്വിങ് വിച്ച് ഫിൽഡ് ഹിം സെൻറ്റിമെൻ്റൽ തോട്ട്സ്. അപ്പോൾ അവസാനമായിട്ട് അദ്ദേഹം ഈ സെൻറ്റിമെൻ്റൽ തോട്ട്സ് ലാപ്വിങ്ങിൻ്റെ പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ലിൻസ് വെയർ വെൽ നോൺ ആസ് ലിറ്ററി ഹോസ്റ്റ് ഇൻ ദ ഗ്രൂപ്പ് ഇൻക്ലൂഡിങ് ആരുടെ ഗ്രൂപ്പിലായിരുന്നു? JB പ്രീസ്റ്റ് ലീൻ്റെ ഗ്രൂപ്പിലായിരുന്നു. അതുപോലെ ഡിപ്രഷൻ ഹാസ് എക്സ്പ്രസ്ഡ് വെൻ ദ ഹെൻസ് വെയർ ടോർണമെറ്റഡ് ആസ് സ്ലേവ്സ്.
എന്ത് ഡിപ്രഷനാണ്? ആരാണ് ഇത് ഡിപ്രഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്? ലിൻഡാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ലിൻഡ് ഇൻ പ്ലസൻറ്റ് ടോൺ പ്രൈസസ് ദ ഇയർലി വിസിറ്റ് ഓഫ് ഏത് സോളോ ആണ്? അൺഫെമിലിയർ ആയിട്ടുള്ള സോളോസിൻ്റെ ഇയർലി വിസിറ്റിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. ദ അമേരിക്കൻ പോയറ്റ് ഹു കെയിം ടു ഇംഗ്ലണ്ട് ഹാവിംഗ് റീഡ് ആൻഡ് ലവ്ഡ് ഷെല്ലീസ്. ഷെല്ലിയുടെ ഏതാണ്? സ്കൈലാർക്ക് എന്ന് പറയുന്ന പിന്നെ പദ്യമാണ് അദ്ദേഹം വായിച്ചത്, അമേരിക്കൻ പോയറ്റായ ഓസ്കാർ വൈൽഡ്. ഷോർട്ട് ആൻസർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? വൈ ഡസ് ദ പോയറ്റ് ലോങ് ടു ഹിയർ എ നൈറ്റിംഗലിനെ കേൾക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നുന്നതിൻ്റെ കാരണം എന്താണ്? ഇമാജിനേഷനുള്ള ഒരു വേർഡാണ് നൈറ്റിംഗൽ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി ഒരുപാട് ഇമാജിനേഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള നൈറ്റിംഗൽ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം. വാട്ട് വാസ് ദ ഓതേഴ്സ് പ്രൊഫസി അബൌട്ട് വില്ലോറൻ? വില്ലോറനെ പറ്റി അദ്ദേഹം എന്താണ് പറയുന്നത്? വില്ലോറൻ എന്ന് പറയുന്ന വേർഡ് പിന്നെ ഒരു ഷേക്സ്പിയറും കൂടി ഉണ്ടാവുകയാണെങ്കിൽ അല്ലേ, ഇംഗ്ലീഷിൽ ഒരു ഷേക്സ്പിയർ ഉണ്ടാവുകയാണെങ്കിൽ വില്ലോറനെ പറ്റി തീർച്ചയായും കവിത രചിച്ചേനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അക്കോർഡിംഗ് ടു റോബർട്ട് ലിൻഡ് ഈസ് ദ സ്പെഷ്യൽ ചാം ഓഫ് നേച്ചർ. എന്താണ് ഈ നേച്ചറിൻ്റെ സ്പെഷ്യൽ ചാം എന്ന് പറയുന്നത്? അൺഎക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ അൺഫെമിലിയാരിറ്റി. അതാണ് പറയുന്നത്. ഈ കഥയുടെ പിന്നെ പേര് തന്നെ ഇത് അൺഎക്സ്പെക്റ്റഡ് എന്നാണ്. അപ്പോൾ ഈ അൺഎക്സ്പെക്റ്റഡ്നെസ് ഉണ്ടാക്കിയെടുക്കുന്ന അൺഫെമിലിയാരിറ്റി, അതുപോലെ തന്നെ നമ്മളുടെ ഇമാജിനേഷൻ, ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. എപ്പോഴും കാണുന്ന കാര്യങ്ങളല്ല, ക്രിയേറ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അതിനൊരു വ്യത്യസ്തത ഉണ്ടാകുന്നത്. ആ വ്യത്യസ്തതയായിരിക്കും കൂടുതൽ എന്തായിരിക്കും? ചാമിങ് ആയിരിക്കും ചെയ്യുന്നത്. ഒരു കാര്യമാണ് ഇതിലൂടെ പറയുന്നത്. പിന്നെ എലാബറേറ്റ് യുവർ ആൻസേഴ്സ്, ഡിസ്കസ് ഡിസപ്പോയിൻമെൻറ്റ്. ടൈറ്റിൽ, ലിൻഡിൻ്റെ എസ്സേയിലെ ടൈറ്റിലിൻ്റെ അപ്രോപ്രിയേറ്റ്നെസ്സിനെ പറ്റി പറയാം. അൺഎക്സ്പെക്റ്റഡ് ആണ് അല്ലേ, അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുന്നത്. അതുപോലെ സെൻസ് ഓഫ് വണ്ടർ വെൻ ഒബ്സർവിങ് ബേർഡ്സിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വണ്ടർ. ഡിസ്ക്രൈബ് ദ ചേഞ്ച് യു നോട്ടീസ് ഡ്യൂറിങ് ദ ചേഞ്ചസ് ഓഫ് സീസണിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് വരുന്ന എന്താണ് കാര്യങ്ങളും കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.